ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സും കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഉജാല. അലക്കിയെടുത്ത വെള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വേണ്ടിയാണ് ഉജാല ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ക്ലോറിനേക്കാളും കൂടുതൽ ഗുണകരമായ ഈ ഉജാല വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറേ അധികം ക്ലീനിങ് ജോലികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉജാല വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. കുക്കറിൻ്റെയോ സോസ്പാനിൻ്റെയോ ഒക്കെ അടിഭാഗത്ത് കാണുന്ന ഇത്തരം കരിഞ്ഞു പിടിച്ച കറകളൊക്കെ കഴുകിക്കളയാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ സോപ്പോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഡിഷ് വാഷോ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര കരിഞ്ഞു പിടിച്ച കറകളും വളരെ എളുപ്പത്തിൽ ഇളക്കി കളയാനായിട്ട് 1-2 തുള്ളി ഉജാല കൊണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറിൻ്റെ അടിഭാഗത്തുള്ള ഈ കറ കളയാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തുള്ളി ഉജാല ഒഴിച്ചതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ സ്ക്രബ്ബർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഒരു പാൽ കവർ കൊണ്ടാണ് ഞാനിത് തേക്കുന്നത്. നിങ്ങൾക്ക് ലൈവായി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് തേച്ചപ്പോഴേക്കും ആ കരിഞ്ഞു പിടിച്ച കറകളെല്ലാം ഇളകി വരുന്നത്. കഴുകിയെടുത്തപ്പോൾ കണ്ടോ, പാത്രത്തിനടിയിലുണ്ടായിരുന്ന കരിഞ്ഞു പിടിച്ച കറകളെല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോപ്പോ സ്ക്രബ്ബറോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ കുറച്ച് ഉപ്പുപൊടിയും 2 തുള്ളി ഉജാലയും വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്രം ഇവിടെ ക്ലീൻ ചെയ്തെടുത്തത്. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം. കൂടുതലൊന്നും വേണ്ട കേട്ടോ. 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ച സ്റ്റീലിൻ്റെ പാത്രങ്ങളും സ്പൂണുകളൊക്കെ ഉണ്ടാവാറില്ലേ, അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണമോ ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം തുരുമ്പ് പിടിച്ച നമ്മുടെ പാത്രത്തിൽ ഇതുപോലെ പതുക്കെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. എത്ര പഴക്കം ചെന്ന കട്ട പിടിച്ച തുരുമ്പ് കറിയും നിഷ്പ്രയാസം ഇളക്കി കളയാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതൽ തുരുമ്പ് കറി പിടിച്ച പാത്രങ്ങളാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് 5-10 മിനിറ്റ് നേരം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ എത്ര തുരുമ്പ് കറി പിടിച്ച പാത്രങ്ങളും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈ സൊല്യൂഷൻ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള വുഡൻ ഫർണിച്ചറുകളിലും അതുപോലെ തന്നെ ഡോറിലേക്കുള്ള പൂപ്പലുകളും കറകളും പൊടികളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി. ഒരു കോട്ടൺ ടവൽ ഈ വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഫർണിച്ചറുകളും അതുപോലെ തന്നെ ഡോറും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഗ്ലാസ് ഡോറും അതുപോലെ അലമാരയിലെ ഗ്ലാസ്സും ഒക്കെ ക്ലീൻ ചെയ്യാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി. ചിലവ് കുറഞ്ഞതും എന്നാൽ വളരെയധികം യൂസ്ഫുൾ ആയതുമായ ഈ സൊല്യൂഷൻ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഉജാല വെച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ ടിപ്പ് ചെയ്യാനായിട്ടും നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുക്കാവുന്നതാണ്. ഏകദേശം 1/2 ഗ്ലാസ്സോളം വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 3-4 ഡ്രോപ്സ് ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കോൾഗേറ്റ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുത്ത കോൾഗേറ്റ് ആ ഉജാല വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1-2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ വിനീഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സ്പൂണുകളും ഫോർക്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. കറ പിടിച്ചതും മങ്ങിപ്പോയതുമായ സ്പൂണുകളും ഫോർക്കുകളും അതുപോലെ തന്നെ കുറച്ച് വലിയ പാത്രത്തിലാണ് നമ്മൾ ഈ വെള്ളം എടുക്കുന്നതെങ്കിൽ അതിലേക്ക് വലിയ തവികളും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ പാത്രത്തിലാണ് ഞാൻ ഈ വെള്ളം തയ്യാറാക്കിയത്. അതുകൊണ്ട് ചെറിയ സ്പൂണുകളും ഫോർക്കുകളും മാത്രമാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏകദേശം 1/2 മണിക്കൂറോളം നമ്മളെടുത്ത സ്പൂണുകളും ഫോർക്കുകളൊക്കെ ഈ ഉജാല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ പുത്തനായിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള നിറം മങ്ങിയ ഇതുപോലുള്ള ഗ്ലാസ് ബൗളുകളും അതുപോലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ചായക്കറിയും പറ്റിപ്പിടിച്ച അഴുക്കും പൊടിയൊക്കെ നിശേഷം മാറി നമ്മുടെ പാത്രങ്ങൾ പളപളാന്ന് വെട്ടിത്തിളങ്ങും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കിച്ചൺ സിങ്ക്. ഓയിൽ കറിയും തുരുമ്പ് കറിയൊക്കെ പിടിച്ച് വല്ലാണ്ട് അങ്ങ് പഴഞ്ചനായി പോയ നമ്മുടെ കിച്ചൺ സിങ്കും പുതുപുത്തനാക്കി എടുക്കാനും കുറച്ച് ഉജാല മതി.
ആദ്യം തന്നെ നമുക്ക് സിങ്കിലേക്ക് കുറച്ച് ഉജാല ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് പൊടി എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരടപ്പ് വിനാഗിരി കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് സിങ്ക് ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. സ്ക്രബ്ബർ ഒന്ന് ഇട്ട് ഉരച്ച് കഴുകാതെ തന്നെ നമുക്ക് ഈ സിങ്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. എത്ര പഴഞ്ചനായാലും കറ പിടിച്ചതായാലും നിങ്ങളുടെ കിച്ചൺ സിങ്കിൽ ഉജാല കൊണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കൂ. അതിലെ കറകളും അഴുക്കും എല്ലാം മാറി കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇനി നമ്മുടെ ഉജാല വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഉജാല ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം 1 സ്പൂൺ അളവിൽ ഡിഷ് വാഷും ചേർത്ത് കൊടുക്കണം. ഡിഷ് വാഷിന് പകരമായിട്ട് പാത്രം കഴുകുന്ന സോപ്പ് കുറച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാലും മതി. 2 സ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് കലങ്ങി കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ പൊടി ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉജാലയും ഡിഷ് വാഷും അതുപോലെ വിനീഗറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഉപ്പ് പൊടി നന്നായിട്ട് അലിഞ്ഞ് മിക്സായ ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാജിക് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു നോക്കിയാലോ. 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ജോലികളെല്ലാം നിമിഷ നേരം കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ തുരുമ്പും കറയും ഒക്കെ പിടിച്ച് സ്റ്റീൽ പൈപ്പില്ലേ അത് ക്ലീൻ ചെയ്തെടുക്കാം. ഒരല്പം സൊല്യൂഷൻ നമുക്ക് ഈ പൈപ്പിലേക്കൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മാത്രം മതി. കവർ കൊണ്ട് എല്ലായിടത്തും തേച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കാം. സ്ക്രബ്ബർ ഒന്നിട്ട് തേച്ച് വരയ്ക്കാതെ തന്നെ നമ്മുടെ സ്റ്റീൽ പൈപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ച പുത്തൻ പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഉപ്പ് കറിയും സോപ്പ് കറിയും അഴുക്കൊക്കെ പിടിച്ച് നമ്മുടെ ബാത്റൂം ടൈൽസ് ക്ലീൻ ചെയ്യാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി. അഴുക്കും കറയും പിടിച്ച് നമ്മുടെ ബാത്റൂം വാൾ ടൈൽസിലേക്കും അതുപോലെ തന്നെ ഫ്ലോർ ടൈൽസിലേക്കും ഒക്കെ നമ്മുടെ ഈ സൊല്യൂഷൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് കണ്ട് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അധികം ബലം ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ക്ലോറിനോ ബ്ലീച്ചോ ഡിറ്റർജൻറ്റോ ഒന്നും തന്നെ ഇല്ലാതെ എത്ര കറ പിടിച്ച ടൈൽസും നമുക്കിതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. കുനിഞ്ഞു നിന്ന് നടുവടിച്ച് ബ്രഷ് ഇട്ടൊരച്ച് കഴുകാതെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തോ നമ്മുടെ ഈ സൊല്യൂഷൻ ഇതുപോലെ ക്ലോസറ്റിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഹാർപ്പിക്കോ സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ വെറും ഒറ്റ ഫ്ലഷിൽ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഉജാല വെച്ചിട്ടുള്ള ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്